ഹലോ ഓൾ. കുറച്ച് മാസങ്ങൾക്ക് മുൻപുള്ള യാത്രയാണെങ്കിലും ഓർമ്മകൾക്കിന്നും അതേ പുതുമയുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവരുമൊത്തുള്ള ഒരു ചെറിയ നിമിഷം പോലും വിലപ്പെട്ടതാണല്ലോ. യാത്രയുടെ തുടക്കം തന്നെ പ്രാർത്ഥിച്ചിട്ടാകട്ടെ, അതും ഒരു വിശ്വാസം. പലയിടങ്ങളിൽ നിന്നും ഈ ഒരു ദിവസത്തേക്ക് മാത്രം ഓടി വരുന്ന കുറച്ച് കൂട്ടുകാർ സിൻസ് 2017. ഈ യാത്ര വാഗമണ്ണിലേക്കാണ്. ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ സ്റ്റേക്കേഷൻ ആണെങ്കിലും മല കയറാൻ പോകുന്നതും കുറച്ച് ലോങ് പിടിച്ചതും ആദ്യമായിട്ടാണ്. 2024 ഏറ്റവും നല്ല ഓർമ്മകളിലൊന്ന് തീർച്ചയായിട്ടും ഇത് തന്നെയായിരുന്നു. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ തമാശകളൊക്കെ പറഞ്ഞ് ചിലയിടങ്ങളിലൊക്കെ ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ അങ്ങ് പോവുക. ബൈക്ക് റൈഡാണ് നമ്മൾ ചൂസ് ചെയ്തത്. നേരെ പാലായിൽ ചെന്നിട്ട് എല്ലാവരെയും കൂട്ടിയിട്ടാണ് നമ്മൾ ഒരുമിച്ച് യാത്ര ആരംഭിച്ചു. ആദ്യം തന്നെ കണ്ട സ്പോട്ടിൽ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി. അപ്പോഴത്തെ ഒരുക്കാണ് കേട്ടോ ഈ കാണുന്നത്. ഫോട്ടോ എടുക്കുമ്പോൾ പിന്നെ തീർച്ചയായിട്ടും നമ്മൾ മേക്കപ്പ് ഇടണമല്ലോ, അതിൻ്റെ ഭാഗമാണ് ഇത്. അവിടുന്ന് നേരെ നമ്മൾ യാത്ര തുടർന്നു. ശരിക്കും നല്ല ക്ലൈമറ്റ് ആയിരുന്നു, അതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയുള്ള വ്യൂ ആയിരുന്നു കേട്ടോ. പിന്നെ ആ റൂട്ടൊക്കെ നമുക്ക് ഓൾറെഡി അറിയാമല്ലോ എങ്ങനെ ആയിരിക്കും. നമ്മൾ ശരിക്കും ഇത് പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പൊന്നും അല്ല. കുറേ മാസങ്ങൾക്ക് മുന്നേ തന്നെ നമ്മൾ ഇതിൻ്റെ പ്രിപ്പറേഷൻസ് തുടങ്ങും. റിസോർട്ട് കണ്ടുപിടിക്കും, റേറ്റ്, ബഡ്ജറ്റ് എല്ലാം നമ്മൾ നോക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു കോൺട്രിബ്യൂഷൻ മന്ത്ലി സാലറിയിൽ നിന്ന് നമ്മൾ ഇതിനു വേണ്ടി മാത്രം മാറ്റി വയ്ക്കാറുണ്ട് കേട്ടോ. എല്ലാവരും സ്വന്തമായിട്ട് ജോലിയൊക്കെ ചെയ്ത് ഇൻഡിപെൻഡൻ്റ് ആയതിനു ശേഷമാണ് നമ്മൾ ഇങ്ങനെ കുറച്ച് ട്രിപ്പൊക്കെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. ഇതിലെല്ലാം ഉപരി നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നവരേ അല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ വിശേഷങ്ങൾ അറിയാനും ഒരുമിച്ചിരുന്ന് സംസാരിക്കാനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും ഒക്കെയാണ് നമ്മൾ കൂടുതൽ സമയം കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു സ്റ്റേക്കേഷൻ പോലെ പ്ലാൻ ചെയ്യുന്നതും. യാത്രകളൊക്കെ വളരെ ചുരുക്കത്തിലായിരിക്കും. കൂടുതലും നമ്മൾ അവിടെ ചെന്നിട്ടുള്ള ആക്ടിവിറ്റീസും ഒരുമിച്ചുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലും ചെയ്യുന്നത് കേട്ടോ. അതിനൊരു പ്രത്യേക വൈബ് തന്നെയാണ്. എന്തായാലും പോകുന്ന വഴി നമ്മൾ ഒരു വെള്ളച്ചാട്ടത്തിൽ പോയി. എനിക്ക് തോന്നിയത് മാർമല വാട്ടർഫോൾസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ പോയി കേട്ടോ. അവിടെ ജസ്റ്റ് നമുക്ക് അധികം വെള്ളമൊന്നുമുള്ള സമയത്തല്ല നമ്മൾ യാത്ര ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു കാണാൻ പറ്റുന്നത്. എന്തായാലും നമുക്ക് വെള്ളം കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. അതുകൊണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നമ്മൾ വേഗം തന്നെ തിരിച്ചു പോന്നു. നമുക്ക് ചെക്ക് ഇൻ ടൈം എന്ന് പറയുന്നത് എനിക്കൊന്ന് 2 മണിയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ പിറ്റേ ദിവസം രാവിലെ 11 മണിയാകുമ്പം ചെക്ക് ഔട്ടും ചെയ്യണമായിരുന്നു. പാട്ടൊക്കെ കേട്ടിട്ടാണ് പോകുന്നത് കേട്ടോ. അതുകൊണ്ട് കൈ കൊണ്ടുള്ള ആക്ഷൻസൊക്കെ കണ്ടില്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യുന്നത്. റിസോർട്ടെന്ന് പറയാൻ പറ്റത്തില്ല, ചെറിയൊരു വില്ല പോലെയാണ് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യാം.